നമ്മളെ നാട്ടിന്റെ സൗഹൃദം കാശ്മീരിന്റെയോ അവിടുത്തതെയോ ഇവിടുത്തതെയോ കഥകളും മറ്റുമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലത്തെ ഐക്യം ഒത്തൊരുമ തകർക്കാൻ ആർക്കും കഴിയില്ല. അതങ്ങനെ നമ്മളെ നാട്ടിലത്തെ കാശ്മീരില് ഏതോ ഒരു സ്ഥലത്ത് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. അവിടെ നാട് കാണാൻ കാശ്മീർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പറയലെന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഇവിടത്തെ ദുനിയാവിലെ സ്വർഗമെന്നോ പറയാ കാശ്മീരിനെ എന്ന് പറഞ്ഞാല് കാണാൻ നല്ല ഭംഗിയുള്ള നാട് എന്ന്. കാശ്മീരിൽ ഞാനും പോയിട്ടുണ്ട് മുമ്പ്. ഞാൻ പറഞ്ഞു വന്നത് ആ കാശ്മീരിൽ ആളുകളൊക്കെ നമ്മളെ നാട്ടിൻ പരിസരത്തുനിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ആളുകൾ നാട് കാണാൻ പോയപ്പോ അവിടെ ചില ഭീകരവാദികൾ, അവന്റെ പേര് എന്തായാലും ശരി അവൻ മുസ്ലിം അല്ല, അവന്റെ പേര് ചിലപ്പോ എന്ത് വേണമെങ്കിലും ആയിട്ടുണ്ടാകും, അവൻ മുസ്ലിം അല്ല, അവൻ ഹിന്ദു അല്ല, അവൻ ക്രിസ്ത്യാനി അല്ല, അവനുള്ള ആകെ ഒരു പേര് അത് മാത്രമാണ് അവനെ കുറിച്ച് പറയാനുള്ളത്. അവൻ ഭീകരവാദിയാണ്, അവൻ തീവ്രവാദിയാണ്. അവന്റെ പേരിലേക്ക് മറ്റൊന്നും ചേർത്തിട്ട് അവനൊരു മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനോ ഒന്നുമല്ല. അവനെ കുറിച്ച് ഞങ്ങളാകെ അംഗീകരിക്കണം ഒന്ന് മാത്രമാണ്. എന്താണത്? അവൻ ഭീകരവാദിയാണ്, അവൻ തീവ്രവാദിയാണ്. ഭീകരവാദത്തിന് മതമില്ല, തീവ്രവാദത്തിന് മതമില്ല, ഭീകരവാദത്തിന് ഇസ്ലാമില്ല, തീവ്രവാദത്തിന് ഇസ്ലാമില്ല, ഭീകരവാദത്തിന് ഹിന്ദുത്വമില്ല, തീവ്രവാദത്തിന് ഹിന്ദുത്വമില്ല, അതുപോലെ ക്രിസ്ത്യാനിറ്റി ഇല്ല, തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ ഇല്ല. അത് ഭീകരവാദമാണ്, തീവ്രവാദമാണ്. പാവം കല്യാണം കഴിഞ്ഞിട്ട് ആകെ ഒരു 6-7 ദിവസമായിട്ടുള്ള പുതിയാപ്പിളയും പുതിയ പെണ്ണും കാശ്മീരിൽ ഹണിമൂൺ ട്രിപ്പിന് പോയതാണ്. പോയപ്പോൾ സ്വന്തം ഭർത്താവിന്റെ ജഡം നേരെ കൺമുന്നിൽ പിടഞ്ഞു വീടുന്ന കാഴ്ച കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സെന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇതൊക്കെ ഇസ്ലാം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇവിടെ സമ്മതിക്കാൻ കഴിയുക? അതേ സമയം അവിടെ ആ പ്രയാസത്തിൽ പെട്ടുപോയ ഈ നാടിന്റെ യഥാർത്ഥ പ്രജകൾ വിളിച്ചു പറഞ്ഞ ഒരു സത്യമുണ്ട്, നമുക്കത് മറക്കാൻ കഴിയില്ല. എന്താണ് ആ വിളിച്ചു പറഞ്ഞ സത്യം? ആ വിളിച്ചു പറഞ്ഞ സത്യം അവിടെ മുസ്ലിം സഹോദരങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. വേറെ ഒരു സഹോദരി പറയുന്നത് ഞാൻ കേട്ടു, എന്നെ നാട്ടിലേക്ക് മടക്കി അയക്കുന്നത് എയർപോർട്ടിൽ വരെ എത്തിച്ചു തരാൻ 2 മുസ്ലിം സഹോദരങ്ങളാണ് ഉണ്ടായത്. എന്നിട്ട് ആ പെൺകുട്ടി പറയാണ് അവൾ ഒരു മുസ്ലിം അല്ല. എന്നിട്ട് അവൾ പറയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് 2 സഹോദരങ്ങളെയും കൂടി തിരിച്ചു കിട്ടി. ആരായി സഹോദരങ്ങൾ? ഇവളെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി കൂടെ നടന്ന 2 മുസ്ലിം സഹോദരങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ വേറെ ഒരു സഹോദരൻ, മുസ്ലിം സഹോദരൻ, ഈ തീവ്രവാദികളിൽ നിന്ന് അവിടെ പോയവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി തോക്ക് പിടിച്ചെടുക്കുന്ന സമയത്താണ് ഈ മുസ്ലിം സഹോദരൻ അവിടെ നിന്ന് പിടഞ്ഞു വീണ് മരിക്കുന്നത്. ഈ നാട്ടിലെ മനുഷ്യ മക്കളെ രക്ഷിക്കാൻ വേണ്ടി ഒരു മുസ്ലിം തീവ്രവാദികളെ മുന്നിൽ പിടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നെങ്കിൽ അതാണ് ഇസ്ലാം. ഇവിടെ എല്ലാ മനുഷ്യ മക്കളെയും രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ ഇസ്ലാം കൈകെട്ടിയിട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ മുന്നിൽ ഒരു കിണറ്റിൽ ഒരു കണ്ണ് കാണാത്ത ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആ കിണറ്റിൽ പോയി വീഴുന്നത് കണ്ടാൽ അവന്റെ നിസ്കാരം പോലും മുറിച്ചിട്ട് ആ കിണറ്റിൽ വീഴാൻ പോകുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ ഇസ്ലാമിലേക്കാണോ തീവ്രവാദത്തെ ചേർത്തി പറയുന്നത്, ഭീകരവാദത്തെ ചേർത്തി പറയുന്നത്? അത് കാശ്മീരിൽ എന്ന് മാത്രമല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഇസ്ലാമിലേക്ക് തീവ്രവാദത്തെയോ ഭീകരവാദത്തെയോ ചേർത്തി പറയാൻ അനുവദിക്കില്ലെന്ന് മാത്രമല്ല, അത് സത്യത്തിന് നിരക്കാത്തതാണ് ജനങ്ങളെ. ഞാനിത് വെറുതെ പറയല്ല. അല്ലാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ, അല്ലാഹു ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ. കാർഗിൽ യുദ്ധം നടന്നപ്പോ നിങ്ങൾ മറന്നോ? ആ കാർഗിൽ യുദ്ധം നടന്നപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളൊരു പണ്ഡിതൻ ഒരു പ്രഖ്യാപനം നടത്തിയത് ഇന്നും ആ പ്രഖ്യാപനം നിലനിൽക്കുകയാണ്. ആരാണ് ആ പണ്ഡിതൻ? ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ ശൈഖുനാ സുൽത്താനുൽ ഉലമാ എപി ഉസ്താദ് കാർഗിൽ യുദ്ധം നടന്നപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തി. വേണ്ടി വന്നാൽ ഇന്ത്യയുടെ അതിർത്തിയെ സംരക്ഷിക്കാൻ ആളുകളെ ആവശ്യമുണ്ടെങ്കിൽ വേണ്ടി വന്നാൽ കാവൽ ഭടന്മാരായ
എന്റെ അനുയായികളെ, എന്റെ പ്രസ്ഥാനത്തെ അനുകൂലിക്കുന്ന എന്റെ അനുയായികളെയും എന്റെ ശിഷ്യന്മാരെയും ഇന്ത്യ മഹാരാജ്യത്തിന്റെ അതിർത്തിയെ സംരക്ഷിക്കാൻ പറഞ്ഞയക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് ഈ ഇന്ത്യയിൽ നിന്നുള്ളൊരു മഹാമനീഷിയാകുന്ന ഒരു പണ്ഡിത പ്രഭു പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഇന്നും ആ പ്രഖ്യാപനം നിലനിൽക്കുകയാണ്. അള്ളാഹു ഞങ്ങളുടെ നാടുകളുടെ അതിർത്തികളെ സംരക്ഷിക്കട്ടെ, ഞങ്ങളുടെ നാടിനെ അള്ളാഹു കാക്കട്ടെ. അതാണ് നേരത്തെ ഉസ്താദ് ഇവിടെ സന്തോഷിന് വേണ്ടി ദുആ ചെയ്തത്. അള്ളാഹു നമ്മുടെ നാട്ടിൽ നല്ല ഒത്തൊരുമ നിലനിർത്തി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ